ഒരു ഓണക്കാലമായിരുന്നു ഇത്. സർക്കാരിനെതിരെ പരാതികൾ ഒന്നും തന്നെയില്ല. കേന്ദ്രം സാമ്പത്തികമായി വല്ലാതെ അവഗണിക്കുമ്പോഴും എല്ലാ മനുഷ്യനെയും ചേർത്ത് പിടിച്ച് പൊന്നോണം വിഭവസമൃദ്ധമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. ആൾക്കാർക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. കാരണം സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നുണ്ട്, പിന്നെ എളുപ്പം വന്ന് വാങ്ങിച്ചു പോകാം. വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. എല്ലാം സബ്സിഡി ഐറ്റങ്ങൾ വളരെയധികം തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കമ്പനി ഐറ്റങ്ങൾക്കെല്ലാം വിലക്കുറവുണ്ട്. വെളിച്ചെണ്ണ സാധാരണക്കാർ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനാല് ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കുക എല്ലാവരും. സർക്കാർ നല്ല രീതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സബ്സിഡി അതുകൊണ്ടല്ല കൊടുക്കാനൊക്കെ, അല്ലെങ്കിൽ 500 ചില്ലാൻ രൂപയ്ക്കല്ല നമുക്ക് മേടിക്കാനും. സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല, റേഷൻ കടയിലും സാധനങ്ങളില്ല, സാധനങ്ങൾക്കെല്ലാം തീവില. ഇങ്ങനെയുള്ള പതിവ് പരാതികൾ ഒന്നും കേൾക്കാനില്ല. എല്ലാ മേഖലയിലും സജീവ ഇടപെടൽ നടത്താനായി എന്നത് പിണറായി സർക്കാരിൻ്റെ മികവ് തന്നെയാണ്. സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണിത്. ഈ ഓണക്കാലത്ത് 1800 കോടി രൂപ ക്ഷേമ പെൻഷനായി 60 ലക്ഷം പേർക്ക് വിതരണം ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി 42,100 കോടി രൂപ വിതരണം ചെയ്തു. ബോണസും ഉത്സവ ഭത്തയും നേരത്തെ നൽകി സകല ആളുകളിലേക്കും സർക്കാരിൻ്റെ കരുതലെത്തി. എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് ഈ ഓണം കളറാക്കി. സാധാരണക്കാരന് ആശ്വാസമേകാൻ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് ചന്തകളിലെ വൻ വിലക്കുറവ് ഇടയാക്കി. സംസ്ഥാനത്താകെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിച്ചത് 56,73,960 ഉപഭോക്താക്കളാണ്. കൺസ്യൂമർ ഫെഡ് ചന്തകൾ വഴി നടന്നത് 187 കോടി രൂപയുടെ വിൽപ്പനയാണ്. ഓണത്തിനു മുമ്പ് വെളിച്ചെണ്ണയുടെ വില 600ലേക്ക് ഉയരുമെന്ന് ആശങ്കയുണ്ടായിരുന്നെങ്കിലും 339 രൂപയ്ക്ക് വെളിച്ചെണ്ണയും എത്തി. ഇതിനായി സർക്കാർ നടത്തിയ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സാമ്പത്തികമായ തയ്യാറെടുപ്പുകൾ നടത്തി. എല്ലാ മേഖലയിലേക്കും പണം എത്തിച്ചു. നെൽകർഷകർക്ക് നൽകേണ്ടുന്ന ബോണസിൽ 100 കോടി രൂപ ചരിത്രത്തിലാദ്യമായി അഡ്വാൻസ് വരെ നൽകി. വിപണിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും കഴിഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർക്കാർ സഹായം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ മറികടന്ന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ ജീർണത ബാധിച്ചവർ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അങ്ങേയറ്റം അവഗണനയുടെ കാലത്തും കേരളം മുന്നേറുകയാണ്. റോഡുകളും സ്കൂളുകളും പാലങ്ങളും ആശുപത്രികളും തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്തത്ര വികസനങ്ങളുടെ പുതിയ മുഖം കേരളം കാണുകയാണ്. ഇതൊക്കെ വിമർശകരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും കരുതലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ സർക്കാരാണിതെന്ന് നാടൊന്നാകെ പറയുന്നു. കേരളത്തിൻ്റെ വളർച്ച ആഗോളതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. ഇടതുപക്ഷം ജനപക്ഷമായി നിന്ന് ഇത് തുടരുക തന്നെ ചെയ്യും.